കൊല്ലം ഇടിമുടക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ബാങ്കിൽ 20 കോടിയിലധികം രൂപയുടെ തിരിമറി നടന്നു എന്ന് നവംബറിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. സാമ്പത്തിക ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി നിക്ഷേപകൻ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ഇ ഡി പരിശോധന. അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ബാങ്കിൽ ഇപ്പോൾ ഉള്ളത് ആരാണ്? പരിശോധന പുരോഗമിക്കുന്നത് എങ്ങനെയാണ്? ഹഷ്മി, ഇ ഡിയുടെ പരിശോധന ഇപ്പോൾ ഇടമുടക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ തുടരുകയാണ്. രാവിലെ എത്തിയ ഇ ഡി സംഘം ഇപ്പോഴും ഈ അകത്ത് പരിശോധനയിൽ തന്നെയാണ്. 24 കോടി രൂപയുടെ അഴിമതിയാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇടമുടക്കൽ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തിയത്. ഈ ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തിയ പരാതിയെ തുടർന്നാണ് ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇ ഡിയോട് അന്വേഷിക്കാനുള്ള നിർദ്ദേശമടക്കം നൽകിയത്. ഈ നിക്ഷേപകരുടെ അടക്കം പരാതിയെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു നീക്കം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഈ പണം ഈ ഇടമുടക്കൽ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് നിക്ഷേപകരുടെ പണം വെട്ടിച്ചതുമായി ബന്ധപ്പെട്ട് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധന വേണം എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഈ പണം വിദേശത്തേക്കടക്കം കടന്നിട്ടുണ്ട് എന്നതായിരുന്നു പ്രധാനമായും ഈ പരാതിക്കാർ അടക്കം ഉന്നയിച്ചത്. ഇതിൽ ചില പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇക്കാര്യങ്ങളിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് കോടതി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയോട് ഇക്കാര്യത്തിൽ കേസെടുത്ത് രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിലേക്ക് കടക്കാൻ നിർദ്ദേശിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 2009-2014 കാലഘട്ടത്തിലെ മുഴുവൻ കാര്യങ്ങളും അടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. 24 കോടി രൂപയുടെ സാമ്പത്തിക വെട്ടിപ്പാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായുള്ളത് ഒരാളുടെ പേരിൽ ലോൺ കൊടുക്കുകയും അതേ ലോൺ വെക്കുന്ന സമയത്ത് തന്നെ കൂടുതൽ പണം മറ്റൊരാളുടെ പേരിൽ കൈമാറുകയും ചെയ്യുന്ന രീതിയിൽ അത് ബന്ധപ്പെട്ടവർക്കും ഇഷ്ടക്കാർക്കും മാത്രം ഇത്തരത്തിൽ പണം കൈമാറി എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് ആണ് കഴിഞ്ഞ കുറേ അധികം നാളായി ഈ സർവീസ് സഹകരണ ബാങ്ക് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആക്ഷേപങ്ങൾ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഇ ഡിയുടെ അടക്കം ഉദ്യോഗസ്ഥർ ഇപ്പോഴും അകത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പരിശോധന തുടരുകയാണ്. ഇതേ സമയം തന്നെ പുറത്ത് പരിശോധന നടത്തണമോ എന്ന കാര്യം അത് ഈ ജീവനക്കാരുടെയും അതുപോലെ തന്നെ മുൻ ഭാരവാഹികളുടെയും അടക്കം വീടുകളിലടക്കം പരിശോധന ഉണ്ടായേക്കും എന്ന സൂചന കൂടി പുറത്തേക്ക് വരുന്നു. ഇടമുളക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ ക്രമക്കേട് അത് സംസ്ഥാനത്തിൽ വലിയ ചർച്ചകൾക്ക് നേരത്തെ വഴിവെച്ചിരുന്നു. കാരണം തൃശ്ശൂർ അയ്യന്തോളിലും അടക്കം നമ്മൾ കണ്ടതാണ്, കരിവന്നൂരിലടക്കം നമ്മൾ കണ്ടതാണ്. കാരണം ഈ നിക്ഷേപകരുടെ പണം സ്വീകരിച്ചുകൊണ്ട് അത് സാമ്പത്തിക നേട്ടത്തിനായി ഉപയോഗിക്കുന്നു. പിന്നീട് നിക്ഷേപകർ ഈ പണം പിൻവലിക്കാൻ എത്തുമ്പോൾ ബാങ്കിൽ പണമില്ലാത്ത അവസ്ഥ എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും കോടതി പരിഗണിച്ചത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇ ഡിയോട് ഇക്കാര്യങ്ങളിൽ വിശദമായ അന്വേഷണവും ശക്തമായ നടപടിയും എടുക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ഇപ്പോൾ ഇതിൽ കാര്യക്ഷമമായ അന്വേഷണം ഇപ്പോൾ ഇ ഡി നടത്തുകയും ചെയ്തു. നമുക്ക് ഇ ഡിയുടെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇപ്പോഴും അകത്ത് പരിശോധന തുടരുകയാണ്. കാരണം ഈ കഴിഞ്ഞ കുറേ അധികം നാളുകളായി ഈ ബാങ്കിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് നടന്നു എന്ന് പ്രഥമ ദൃഷ്ട്യാ ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു. ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട് 2 തവണ പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. ആ പ്രാഥമിക പരിശോധനയിലടക്കം ഇ ഡിക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലായതോടെയാണ് ഉദ്യോഗസ്ഥർ നേരിട്ട് ബാങ്കിലേക്ക് എത്തി ഇപ്പോൾ പരിശോധന തുടരുന്നത്. എന്തായാലും 24 കോടിയുടെ സാമ്പത്തിക ക്രമക്കേട് അതിന്റെ തെളിവുകൾ കണ്ടെത്തുക, ഇത് ഏത് രീതിയിലാണ് ഈ ലോൺ അടക്കമുള്ള കാര്യങ്ങൾ നൽകിയത്, ഇതിൽ ഏതൊക്കെ രീതിയിലുള്ള വെട്ടിപ്പ് നടന്നു എന്നുള്ളടക്കമുള്ള കാര്യങ്ങളിൽ ഇ ഡിയുടെ പരിശോധനയിൽ വ്യക്തതയുണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജീവനക്കാരുടെയും അതുപോലെ തന്നെ ഈ സഹകരണ ബാങ്കിലെ ഈ മുൻ പ്രസിഡന്റ് മധവൻകുട്ടി അടക്കമുള്ളവരുടെ വീടുകൾ, അവരുടെ അവരുടെ സ്വത്തുക്കളടക്കം കണ്ടുകിട്ടുന്ന നടപടിയിലേക്കടക്കം ഇ ഡി പോയേക്കും എന്ന കാര്യത്തിലും നമുക്ക് വിരമണിക്കൂറിൽ മനസ്സിലാക്കാം. എന്തായാലും ഹൈക്കോടതി എത്രത്തോളം കർശനമായ ഭാഷയിലാണ് കേസ് പരിഗണിക്കുമ്പോൾ ഈ പറയുന്ന രീതിയിൽ പ്രതികൾ ആരൊക്കെയാണ്, അവരുടെ സ്വത്തുക്കൾ എത്രയൊക്കെയാണ്, ആരെയൊക്കെ അറസ്റ്റ് ചെയ്ത് തുടങ്ങിയ കാര്യങ്ങൾ അറിയിക്കാമെന്നടക്കം കർശന ഭാഷയിലായിരുന്നു ഹൈക്കോടതി അത് പരിഗണിച്ചത്. അതുകൊണ്ട് നേരത്തെ അരുൺരാജ് പറയുന്നത് പോലെയുള്ള കടുത്ത നടപടികൾ ഒരുപക്ഷെ ഇ ഡിയിൽ നിന്ന് പ്രതീക്ഷിക്കണം.